കൂട്ടുകാരെ, നമസ്കാരം. നിക്സിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഓണാഘോഷത്തിൻ്റെ രണ്ടാം പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഓണസദ്യ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു സൈഡിൽ പാട്ടും ഡാൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സദ്യ കഴിഞ്ഞപ്പോഴേക്കും കുറേ പേരൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ എക്സാം നടക്കുന്ന ഒരു ടൈമും കൂടിയാണ്. അപ്പോൾ കുട്ടികളുടെ എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടും കുറേ പേരൊക്കെ പോയിരുന്നു കേട്ടോ. പക്ഷേ സാധാരണ പള്ളി കഴിഞ്ഞ് അപ്പം തന്നെ വീട്ടിലേക്ക് ഓടുന്ന ആൾക്കാർ വരെ എല്ലാവരുമായിട്ട് സംസാരിച്ച് വിശേഷങ്ങൾ പങ്കിടാനും ഓണസദ്യ കഴിക്കാനും ഒക്കെ നിന്നിരുന്നു കേട്ടോ. ഫാമിലീസ് മാത്രമല്ല കേട്ടോ, കുറേ കോളേജ് സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതലായിട്ട് തന്നെയായിരുന്നു അവർ വന്നിരുന്നതും. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ തന്നെ പരിപാടികളൊക്കെ നടന്നിരുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ മൊബൈൽ ഞാൻ പലരുടെ കയ്യിലും കൊടുത്തിരുന്നു ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ വന്ന പാകപ്പഴയാണ്. പ്രശ്നമില്ല, എല്ലാവരെയും കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരെയും കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഫോൺ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തിരുന്നത്, എല്ലാവരെയും ഷൂട്ട് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട്. ഞങ്ങൾക്ക് ഇപ്രാവശ്യം സദ്യ ഒരുക്കിയത് മംഗല്യ കാറ്ററിംഗ്സ് ആണ്. നമ്മുടെ ചാലക്കുടി കലാഭവൻ മണിയുടെ നാട്ടുകാരനും കൂടിയാണ് അവർ. ഒന്നിനൊരു കുറവില്ലാതെ നല്ല ടേസ്റ്റിൽ തന്നെയാണ് അവർ സദ്യ ഒരുക്കുന്നത്. എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് സാമ്പാറും പാലടയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നേ. പിന്നെ 2 മണിയാകുമ്പോഴേക്കും കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളതുകൊണ്ട് അവരൊക്കെ വേഗം ഊണ് കഴിഞ്ഞപ്പോൾ തന്നെ പോയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഫാമിലീസും കുറേ പേര് പോയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എക്സാം സീസണാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് ഫാമിലീസ്, ഒരു 10-20 പേര് ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് നന്നായിട്ട് അടിച്ചു പൊളിച്ചിരുന്നു ഞങ്ങൾ ഓണം സെലിബ്രേഷൻ. സുന്ദരിക്ക് പൊട്ടുകുത്തൽ, ലെമൺ സ്പൂൺ റൈസ്, അങ്ങനെ ഒരുപാട് ഗെയിംസൊക്കെ ആയിട്ട് നന്നായിട്ട് പോയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ കഴിക്കാത്തതെന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് നാടും വീടും വിട്ട് മാറി നിൽക്കുന്ന ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ആഘോഷങ്ങൾ വളരെ പ്രധാനമാണ്. അതുപോലെ അങ്ങനെ ബന്ധുക്കൾ മാറി അല്ലെങ്കിൽ സ്വന്തക്കാരില്ല എന്നുള്ളൊരു തോന്നൽ ഇങ്ങനത്തെ ആഘോഷങ്ങളിൽ ഞങ്ങൾക്ക് തോന്നാറുമില്ല. ഇത്രയധികം ആൾക്കാർ ഒന്നിച്ച് അതുപോലെ നമ്മളെ കെയർ ചെയ്യാനും ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ ബന്ധുക്കളില്ല, സഹോദരങ്ങളില്ല, അങ്ങനെ ഒരു വിഷമം ഉണ്ടാവാറില്ല. സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും എപ്പോഴും നമ്മുടെ കൂടെ ഓടി വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ദുഃഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറില്ലടാ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നമുക്കിതിന് ഇടയിലുണ്ട്. നാടും വീടും വിട്ട് പഠിക്കാനാവട്ടെ ജോലിക്കാവട്ടെ എല്ലാം സ്ഥിരതാമസമായിട്ട് ഉള്ള ആൾക്കാരും ഇവിടെയുണ്ട്. അവർക്കൊക്കെ നാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു ആഘോഷം വരുമ്പോൾ ഞങ്ങൾക്കും ബാംഗ്ലൂർ അല്ലെങ്കിൽ പുറം നാട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നൊരു തോന്നലാണ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ തിരുവാതിര ഗ്രൂപ്പ് ഒന്നിച്ചിരുന്ന് ഒരു ഫോട്ടോ എടുക്കാനിരുന്നാണ്. ഒരാൾ മിസ്സിംഗ് ആണേ.
പുഷ്പേജി അവിടെ നിന്ന് ജോയ് എന്ന പേര് പറഞ്ഞപ്പോൾ തന്നെ ജോയ് എന്ന പേരുള്ള എല്ലാവരും എഴുന്നേറ്റ് വരുന്ന അവസ്ഥയാണ്. കാരണം ഏത് ജോയാന്ന് പ്രത്യേകം പറഞ്ഞില്ല. പിന്നെ അത് മാത്രമല്ല, ഒരാളെ പേര് വിളിച്ചു കഴിഞ്ഞാൽ നീ പോ ഞാൻ പോ എന്നുള്ള അവസ്ഥയൊന്നുമില്ല. എല്ലാവരും എല്ലാത്തിനും ഉണ്ട്. അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതെന്റെ സുന്ദരി, ഇത് തല പട്ടു താഴെ ഇറക്കി ചെയ്യാം ഈ ഇവളുടെ കഴിയട്ടെ. അടിപൊളി അടിപൊളി. അവിടെ തന്നെ നിർത്താം. അവളെടുത്താൽ മതി, അവളെടുത്താൽ മതി. പറ്റാണോ?
വല്ലതും കാണുന്നുണ്ടോ? മക്കള് മാറ്. ഇതിപ്പോ സ്റ്റേജിന്റെ അവിടേക്ക് പോകുന്നേ. സ്റ്റേജിന്റെ അവിടേക്ക് ലെഫ്റ്റ് എന്തെങ്കിലും ആവട്ടെ. പൊട്ടുണ്ട് കയ്യിലുണ്ട്. കളിയുടെ ഇടയിൽ കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാ ആണുങ്ങളും സുന്ദരിക്ക് പൊട്ടുകുത്തിയത് മൂക്കുമ്മയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ മൂക്കുമ്മ പൊട്ടുകുത്തുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം. സജി ഇതെങ്കിലും ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണേ.
ജോയി അവിടെ നിന്ന് ജോയിക്ക് തോന്നുന്ന പാട്ടുകളൊക്കെ പാടി. നല്ല അടിപൊളി പാട്ടുകളായിരുന്നു കേട്ടോ, നന്നായി പാടുന്ന കുട്ടിയാണ്. പക്ഷെ സ്റ്റെപ്സ് പലരും പലതരത്തിലായിരുന്നു. ആരും ഡാൻസേഴ്സ് അല്ല, അവരവർക്ക് തോന്നുന്ന സ്റ്റെപ്സ് ഒക്കെ അവരവർ ചെയ്തു, അത്രേ ഉള്ളൂ. ഇത് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മള് എന്താ പറയുക, മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെയാ, മറ്റുള്ളവർ എങ്ങനെ വിചാരിക്കും, അങ്ങനെ വിചാരിച്ചിട്ട് ഒന്നുമല്ല ഇവിടെ കളികളും കാര്യങ്ങളൊക്കെ നടന്നത്. എല്ലാവരും മനസ്സ് തുറന്ന് കുറച്ചു നേരം സന്തോഷിക്കുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് ചിരിച്ച് കളിച്ചു. കുട്ടികളാവട്ടെ വലിയവരാവട്ടെ, ഇതിൽ പ്രായം ഒരു പ്രശ്നമല്ല, അതുപോലെ എല്ലാവരും കളിച്ചു. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, അതുപോലെ ജോലിയുടെ സ്ട്രെസ്, കുട്ടികളുടെ പഠിപ്പ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തത്. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ കുറച്ചു നേരം നമ്മൾ എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എല്ലാം കൂടി തിങ്ങി നിറഞ്ഞിരുന്ന് അതങ്ങ് പൊട്ടിത്തെറിക്കും. അപ്പോഴാണ് പല വീടുകളിലും ഈ കലഹങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഇങ്ങനെ കുറച്ചു നേരമെങ്കിലും നമ്മൾ മനസ്സ് തുറന്ന് എൻജോയ് ചെയ്യണം. ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ എന്നോട് പലരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, എനിക്ക് പലതും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നൊരു തോന്നല് അവർക്ക് ഉണ്ടായി എന്ന്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ ഒതുങ്ങി കൂടുന്നവരാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അവർ അവരുടെ കഴിവുകൾ തിരിച്ചറിയുന്നത് തന്നെ. പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് പുതിയ വ്യക്തികളായിട്ട് കാണുന്നതും അവരായിട്ട് സംസാരിക്കുന്നത്, പുതിയ അറിവുകൾ ലഭിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് നമുക്ക് കിട്ടുന്നത് കൂടുതലായിട്ടും. എനിക്ക് അങ്ങനെയാണെന്ന് തോന്നിയിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഓണാഘോഷത്തിന് ഉണ്ടായിരുന്ന എല്ലാവരും ഒന്നും ഇക്കൊല്ലം ഞങ്ങളുടെ കൂടെ ഇല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവര് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട്. ചിലര് ബാംഗ്ലൂരത്തെ ഇവിടുത്തെ ലൈഫൊക്കെ മാറ്റി വേറെ നാട്ടിലേക്ക് പോയവരുണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്. പിന്നെ പലർക്കും വരാൻ പറ്റാത്തവരുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ആൾക്കാർ കൂടുതലായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഉള്ളതിനേക്കാളും കൂടുതൽ കളികളും എല്ലാ ഫംഗ്ഷനുകളും നടക്കുന്നത് പുറം രാജ്യങ്ങളിലാണ് എന്നാണ്. കാരണം ഇതുപോലെ ഒരു ഫംഗ്ഷനായിട്ടൊന്നും ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല, ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അവരവരുടെ വീട്ടിലെ നടത്തും, പിന്നെ കുമ്മാട്ടിയോ പുലിക്കളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ വളരെ കുറവാണ്. പിന്നെ പഴയ തറവാടുകളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നാലും ഇതുപോലൊരു ഒത്തുകൂടൽ പല വീടുകളിൽ നിന്ന് വന്ന, പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരെല്ലാവരും ഒത്തുകൂടി ഇതുപോലെ കളിക്കുകയും അതുപോലെ ഒന്നിച്ചിരിക്കുകയും ചെയ്യുന്ന പരിപാടികൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇങ്ങനെ പുറം രാജ്യങ്ങളിലേക്ക് പുറം നാടുകളിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അവിടെ ആ സമയത്ത് ഈ കളികളിലൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ സൗണ്ട് കൊടുക്കുന്ന നേരത്ത് ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്തുള്ള സ്കൂൾ കാലഘട്ടമാണ് തോന്നുന്നത്. കാരണം കുറച്ച് വലുതായി കഴിഞ്ഞാൽ ആർക്കും ഇതിന് സമയമില്ല. പിന്നെ ഇപ്പോഴത്തെ ഫാസ്റ്റ് ലൈഫിലാണെങ്കിൽ ഒട്ടും സമയമില്ല. അങ്ങനെയാണ്. ഇപ്പൊ ആരും ഇങ്ങനെ കളികളൊന്നും കളിക്കാനും കൂടുന്നുമില്ല. പിന്നെയും ഇതുപോലെ പുറത്തുള്ളവരാണെന്ന് തോന്നുന്നു. എനിക്ക് നാട്ടിലെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ അറിയില്ല എന്ന് തന്നെ പറയാം. ഇങ്ങനെയുള്ള ഒത്തുകൂടലുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെയും കൂടി കൂടെ കൂട്ടുകയാണെങ്കിൽ അവരും കൂടി ഇത് കണ്ടുപഠിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ കേരളത്തിൻ്റെതായ തനതായ പല കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ്, ഇങ്ങനെയുള്ള ഫംഗ്ഷനുകൾ സംഘടിപ്പിക്കുമ്പോഴും കൂടിയാണ്. പിന്നെ അതോടുകൂടെ തന്നെ മനുഷ്യർ തമ്മിലുള്ള മാനസികമായ അടുപ്പം ഇതിലൂടെ കൂടുന്നുണ്ട്. അല്ലാതെ ഒരു പ്രാവശ്യം നമ്മൾ കണ്ടു, ഒരു ഹായ് പറഞ്ഞു, അത് കഴിഞ്ഞ് ഒരു ബൈ പറഞ്ഞു, അങ്ങനെയല്ല. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ കൂടുമ്പോൾ അവർ തമ്മിലുള്ള മാനസികമായ അടുപ്പം കൂടുന്നുണ്ട്. അതുവഴി തന്നെ വീട്ടിലുള്ള കാരണവന്മാരോട് അല്ലെങ്കിൽ മുതിർന്നവരോട് പെരുമാറേണ്ട രീതികൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അത് കണ്ടറിഞ്ഞ് പെരുമാറാനായിട്ടുള്ള കുട്ടികൾക്കുള്ള ശേഷി അതൊക്കെ കൂടും. അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരാൾ വയ്യാതെ കിടന്നാലോ അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യം വന്നാലോ അതെന്താണെന്ന് മനസ്സിലാക്കി പെരുമാറാൻ മക്കൾക്ക് അറിയാതെ പോകും. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അവർക്ക് മാതൃകയാകുന്നതാണ്. നെറ്റിമയാണോ വെച്ച തലയിലാണോ വെച്ച? പൊട്ടുകൂത്താനല്ല പറഞ്ഞേ. അടിപൊളി അടിപൊളി. ശാലി ജയിച്ചു ചേച്ചി കൈ കൊണ്ടെടുത്ത് വെച്ചോ.
ഓണാഘോഷവും കളികളും ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. നമ്മുടെ കമൻറ്റ് ബോക്സൊക്കെ ഒന്ന് അറിയട്ടേന്നേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുതേ. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്തോളൂ. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞങ്ങൾ ഏതാണ്ട് ഒരു 5 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഹോള് വൃത്തിയാക്കലാണ്. അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് എല്ലാം എടുത്തു മാറ്റി എല്ലാ ചെയറുകളും അതിൻ്റെ സ്ഥാനത്ത് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഡാൻസ് നടക്കുന്നുണ്ട്, അതൊരു ഭാഗത്ത് നടന്നോട്ടെ. ബാക്കി ഇപ്പുറത്തുള്ള ഹോള് കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും പോയിരുന്നത്.